വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘത്തിന് കോടതിയുടെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. പ്രതിയെ വെറുതെ വിട്ട വിധി പ്രസ്താവത്തിലാണ് പോലീസിന്റെ വീഴ്ചകൾ കോടതി അക്കമിട്ട് നിരത്തുന്നത്. കുഞ്ഞു കൊല്ലപ്പെട്ടതിന് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയത്. രക്തസാമ്പിൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും ഗുരുതരമായ വീഴ്ചയുണ്ടായി. കുട്ടിയുടേത് കൊലപാതകം തന്നെയാണെന്നും പീഡനം നടന്നിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. അതിനിടെ പോലീസ് വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തിയ പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തം എറിഞ്ഞു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുരുതരമായ വീഴ്ചകൾ അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിൽ സംഭവിച്ചു എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ വീഴ്ചകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രതിയെ സംരക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീക്കം നടന്നോ എന്നുള്ള ചോദ്യവും വളരെ സജീവമായി ഉയർന്നു കേൾക്കുന്നു. ഈ അന്വേഷണത്തിൽ സംഭവിച്ചത് എന്താണ് രാഹുൽ വിജയൻ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസിനും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഓരോ വീഴ്ചയും കോടതി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഈ അർജുൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പോലീസിന്റെ വീഴ്ച ഒന്നാമത്തെ വീഴ്ചയായി എടുത്തു പറയേണ്ടത് ഈ സംഭവം നടന്ന് 2ാമത്തെ ദിവസം മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയുടെ വീട്ടിലെത്തുന്നത്, ഈ മരണം നടന്ന വീട്ടിലെത്തുന്നത്. അപ്പോൾ തന്നെ അവിടെ വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ കൊലപാതകത്തിൽ രക്തസാമ്പിൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിൽ അപാകത ഉണ്ടായിട്ടുണ്ട്. വിരലടയാളം പോലും മുറിയിൽ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയുന്നത്. കൊലപാതകം നടന്ന മുറിയിലെ തെളിവുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതും ഗുരുതര വീഴ്ചയായി കോടതി കാണുന്നുണ്ട്. തെളിവുകൾ സീൽ ചെയ്ത് സൂക്ഷിച്ചില്ല. അതായത് ഈ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ അത് സീൽ ചെയ്ത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് നശിക്കാനോ മാറ്റം വരുത്താനോ ഇടയാക്കും. ഈ ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാക്ഷിയുടെ മൊഴിയിലെ പൊരുത്തക്കേട് വിശദീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ കൊലപാതകം നടന്ന മുറിയിലേക്ക് പ്രതി വന്നതും കൃത്യം നടത്തി മടങ്ങിയതും എങ്ങനെയെന്നതിൽ പോലീസിന് വ്യക്തതയില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കോടതി അക്കമിട്ട് നിരത്തി കാണിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ പ്രതിഷേധവും ഇപ്പോൾ ഇവിടെ ശക്തമായി തുടരുകയാണ്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്നു കോടതി. സ്ഥലത്തെത്തുന്നത് മുതൽ, തെളിവുകൾ ശേഖരിക്കുന്നത് മുതൽ, ആ തെളിവുകൾ സൂക്ഷിക്കുന്നത് മുതൽ, അങ്ങനെ അടിമുടി വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംശയത്തോടു കൂടി കോടതി നോക്കിക്കാണുന്ന സാഹചര്യവുമുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.